കൊളംബിയയിലെ കത്തോലിക്ക ദേവാലയത്തിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കെ ഒരാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. കാലിയിൽ സ്ഥിതി ചെയ്യുന്ന ജോൺ പോൾ രണ്ടാമൻ ദേവാലയത്തിൽ ഇറാസ്മോ ട്രൂജില്ലോയാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ട്രൂജില്ലോ മൂപ്പന്റെ ദാരുണ അന്ത്യത്തിൽ പ്രാദേശിക ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ലൂയിസ് ഫെർണാണ്ടോ റോഡ്രിഗസ് ദുഃഖം പ്രകടിപ്പിച്ചു. കൊളംബിയയിലെ കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും സമീപത്തുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ട്രൂജില്ലോ മൂപ്പന്റെ ദാരുണാന്ത്യത്തിൽ പ്രാദേശിക ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ലൂയിസ് ഫെർണാണ്ടോ റോഡ്രിഗസ് ദുഃഖം പ്രകടിപ്പിച്ചു. പുണ്യസ്ഥലങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമം സമൂഹത്തിൽ ഭയവും നിരാശയും ഉളവാക്കുന്നതായും പവിത്രമായ മനുഷ്യജീവന് നേരെയുള്ള ഏതൊരു ആക്രമണത്തെയും ശക്തമായി നിരാകരിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ലൂയിസ് ഫെർണാണ്ടോ റോഡ്രിഗസ് വ്യക്തമാക്കി. യേശുവിന്റെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ പരിശുദ്ധമായ ദേവാലയത്തിനുള്ളിൽ ഒരു കൊലപാതകം നടക്കുമ്പോൾ അത് കൂടുതൽ ഗൗരവമുള്ളതാകുന്നുവെന്നും ഒരു വ്യക്തിയുടെ ജീവൻ മാത്രമല്ല സമാധാനവും അപഹരിക്കപ്പെടുമെന്നും അത്യന്തം അപലനീയമാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കൊലപാതകം നടത്തിയവരുടെ മാനസാന്തരത്തിനും നീതിക്ക് കീഴടങ്ങാനും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതായും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഇതിനിടെ ദേവാലയത്തിൽ പരിഹാര പ്രാർത്ഥന നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ജൂലൈ 19 വെള്ളിയാഴ്ച നടക്കുന്ന പരിഹാര പ്രാർത്ഥനാ ദിനത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് സഭാ നേതൃത്വം ആഹ്വാനം ചെയ്തു. വിശുദ്ധ കുർബാനയും ജാഗരണ പ്രാർത്ഥനയും നടത്തപ്പെടും. ശുശ്രൂഷകളുടെ ഭാഗമായി തെരുവ് ചുറ്റിയുള്ള പ്രാർത്ഥനയും ഒരുക്കുന്നുണ്ട്. ദേവാലയം അതുവരെ അടച്ചിട്ടിരിക്കുകയാണ്. കാലിയിലെ പ്രദേശങ്ങളിൽ അക്രമം വർദ്ധിച്ചതിനെ തുടർന്ന് ജൂൺ 2 ആർച്ച് ബിഷപ്പ് നഗരത്തിൽ സമാധാനം സംജാതമാകുന്നതിന് വിശുദ്ധ കുർബാനയിൽ സമർപ്പണ പ്രാർത്ഥന നടത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഗനായ് ന്യൂസ്.